ഹലോ ഗൈസ്, ഇത് കഴിഞ്ഞ വലിയ പെരുന്നാളിനെടുത്ത വീഡിയോ ആണ്. അന്ന് രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പുച്ചുനെ രാവിലെ തന്നെ കുളിപ്പിച്ചിട്ട് പെരുന്നാൾ കുപ്പായിട്ട് കൊടുക്കുകയാണ്. പെരുന്നാൾക്കെടുത്ത വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നല്ല നെയ്ച്ചോറാണ് കേട്ടോ ഗൈസ് വെച്ചിട്ടുള്ളത്. പിന്നെ നല്ല ചിക്കൻ കറിയും, പിന്നെ ഇതിന്റെയൊക്കെ കൂടെ കൂട്ടാനായിട്ട് കുറച്ച് സൈഡും ഉണ്ട് കേട്ടോ. ചോറ് വയ്ക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് താത്താൻ്റെ അടുത്ത് പോയിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചോറ് വയ്ക്കാം. താത്താൻ്റെ അടുത്ത് കാണാൻ നല്ല ദൂരാണ്, എപ്പോൾ എത്താറില്ല, പോയോക്കാം. താത്താന്റെ അടുത്തേക്ക് കുറെ ദൂരമൊന്നുമില്ല ഗൈസ്, ഈ കാണുന്നിടത്ത് തന്നെയാണ് കേട്ടോ. എന്റെ തൊട്ടരികത്താണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കുറെ ദൂരം ഉണ്ട് എന്ന് പറഞ്ഞത്. അച്ചൂട്ടിയും പയ്യൂട്ടിയൊക്കെ മാറ്റിട്ട് നല്ല റെഡിയിൽ നിൽക്കുന്നുണ്ട്. അമ്മു ആണെങ്കിൽ സൈക്കിളിൽ ഒരേ കളിയും. താത്ത എന്താക്കിയതെന്ന് പോയോക്കാട്ടോ. ഓള് നല്ല ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പള്ളിയിൽ നിന്ന് എന്തായാലും ബീഫ് ഇട്ടുന്നോണ്ട് തന്നെ നമ്മൾ ചിക്കൻ ആക്കിയത്. ഓളിതാ ചോറ് ദമ്മൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അഞ്ജലി താത്താക്കുള്ള ചോറ് കൊടുത്തതിന് ശേഷം നമുക്ക് ചോറ് കഴിക്കണം. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്തുള്ള പുരയിലൊക്കെ പോയി വരാന്. പുറത്താണെങ്കിലോ നല്ല മഴയാണ്. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ മഴ കൊണ്ടേന്ന് പറയാം. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് എല്ലാവർക്കും പൈസയും മിഠായും കൊടുത്തിട്ടോ. പെരുന്നാളായിട്ട് അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്താ ഓർമ്മ വരുന്നത് എന്നറിയോ? എന്റെ ഉമ്മാനെയാണ്. പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ പെരുന്നാൾ വരുന്ന സമയത്ത് ഉമ്മ ചായപ്പൊടി പാത്രത്തിൽ നിന്നും കടുകിന്റെ പാത്രത്തിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ടാണ് കേട്ടോ നമുക്ക് പെരുന്നാൾ പൈസ തരാറുണ്ടായിരുന്നത്. പിന്നെ നമ്മള് കുഞ്ഞോളത്താന്റെ വീട്ടിലാണ് കേട്ടോ പോയത്. അവിടെ പോയിട്ട് നല്ല പായസം കുടിച്ചിട്ടോ. നല്ല ഗോതമ്പ് പായസാണ്. മഴ കാരണം എല്ലായിടത്തും കേറാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് പായസമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിട്ടോ. പിന്നെ അബിക്കുട്ടന്റെ അടുത്തും മിലൂട്ടന്റെ അടുത്തും ഒന്ന് കേറിട്ടോ. മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നമ്മളെ നെല്ലിക്കുഴിയിൽ ഇത്താന്റെ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ നമ്മൾ ഇത്താന്റെ പുരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്ത് നല്ല സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയ പാടും തന്നെ നമ്മളത് കുടിച്ച് അങ്ങനെ കുറച്ചേരം നമ്മൾ ഇത്തിയായിട്ടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. അച്ചും ടീമൊക്കെ ഊഞ്ഞാലാടുകയാണ്. ഹലോ ഗൈസ് പറയും. ഹലോ ഗൈസ്, ചെറിയ കുഞ്ഞു പാപ്പ ഈ മാങ്ങാമരത്തിൽ മാങ്ങയുണ്ടോന്ന് സംശയം. അങ്ങനെ പിന്നെ നമ്മൾ മുറ്റത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു പോരേക്കും വന്നേ. അപ്പോൾ പെരുന്നാളിന്റെ ഒക്കെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.